അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SKICR ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് 30/11/2018 വെള്ളി. ഇന്നത്തെ വാർത്തകളുമായി KMS മൗലവി തിരൂർ. പ്രധാന വാർത്തകൾ. പള്ളി ദർസുകൾ സമുദായ നവോത്ഥാന കേന്ദ്രങ്ങളെന്ന് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സുന്നി യുവജന സംഘം ആമില സംസ്ഥാന സംഗമം ജനുവരി 12-ന്. ഡിസംബർ 6 SKSSF ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിക്കും. സ്കൂൾ അധികൃതർ ക്ഷമാപണം നടത്തി. വിവാദ നാടകം സംസ്ഥാന കലോത്സവത്തിൽ അവതരിപ്പിക്കില്ല. ഹൈദരലി തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ചിത്രം, ഒരാൾ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. പള്ളി ദർസുകൾ സമുദായത്തിൻ്റെ നവോത്ഥാന കേന്ദ്രങ്ങളാണെന്ന് സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അഭിപ്രായപ്പെട്ടു. ആയഞ്ചേരി പുറ്റാമ്പൊയിൽ ജുമാ മസ്ജിദ് ദർസ് വാർഷിക ഉദ്ഘാടനവും ദർസ് കോംപ്ലക്സ് ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദായത്തിന് നേതൃത്വം നൽകിയ പഴയകാല നേതാക്കൾ ദർസുകളിലൂടെ വളർന്നു വന്നവരാണ്. അത്തരം പള്ളി ദർസുകൾ നിലനിർത്താൻ ഉമറാക്കൾ മുന്നോട്ട് വരണമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. മഹല്ല് പ്രസിഡന്റ് കിഴക്കയിൽ മൂസ ഹാജി അധ്യക്ഷത വഹിച്ചു. സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സേവന വിഭാഗമായ ആമിലയുടെ സംസ്ഥാന സംഗമം ജനുവരി 12-ന് പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നടത്താൻ സംസ്ഥാന പ്ലാനിംഗ് സെൽ തീരുമാനിച്ചു. സംസ്കരണം, സാമൂഹികം, വിദ്യാഭ്യാസം, പ്രാസ്ഥാനികം എന്നിങ്ങനെ 4 മേഖലകളിൽ ക്രിയാത്മകമായി ഇടപെടാൻ പറ്റുന്ന വിധം ക്രമീകരിച്ച ആമിലയിലെ അംഗത്വത്തിന് പ്രത്യേക പരിശീലനം പൂർത്തിയാക്കേണ്ടതുണ്ട്. വിവിധ ജില്ലകളിൽ ഇതിനകം പരിശീലനം ലഭിച്ച നിർദ്ദിഷ്ട കർമ്മങ്ങളും പദ്ധതികളും പൂർത്തിയാക്കിയ ആമില അംഗങ്ങൾക്കുള്ള സ്ഥാന വസ്ത്രവും സർട്ടിഫിക്കറ്റും സംഗമത്തിൽ വിതരണം ചെയ്യും. മലപ്പുറം സുന്നി മഹലിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന റئീസ് നാസർ ഫൈസി കൂടത്തായി അധ്യക്ഷത വഹിച്ചു. അബ്ദുസമദ് പൂക്കോട്ടൂർ, ഹംസ റഹ്മാനി കൊണ്ടിപ്പറമ്പ്, ഹസൻ സഖാഫി പൂക്കോട്ടൂർ, സലീം എടക്കര, അബൂബക്കർ ഫൈസി പാലക്കാട്, KT മൊയ്തീൻ ഫൈസി എന്നിവർ സംബന്ധിച്ചു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിൻ്റെ ഓർമ്മ ദിനമായ ഡിസംബർ 6 ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിക്കാൻ SKSSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ഭരണഘടനാ മൂല്യങ്ങളെ ചവിട്ടിമെതിക്കുന്ന സംഘ് പരിവാറും അവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സാധുത നൽകുന്ന കേന്ദ്ര സർക്കാരും രാജ്യത്തെ അപകടത്തിലേക്ക് നയിക്കുകയാണ്. ഇതിനെതിരെ സമൂഹ മനസാക്ഷി ഉണർത്തുന്ന വിധ പരിപാടികൾ SKSSF ജില്ലാ ശാഖാതലങ്ങളിൽ സംഘടിപ്പിക്കും. ജില്ലാ കേന്ദ്രങ്ങളിൽ രാവിലെ മുതൽ ഭരണഘടനാ സംരക്ഷണ ദിനാചരണത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ളവർ വിശാല ക്യാൻവാസിൽ ഒപ്പുവെക്കും. വൈകിട്ട് ബാബരി സ്മരണ പരിപാടിയിൽ പ്രമുഖർ സംബന്ധിക്കും. രാത്രി 7 മണിക്ക് ശാഖാതലങ്ങളിൽ പ്രാർത്ഥനാ സംഗമം നടക്കും. യോഗത്തിൽ പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സത്യധാര വാർഷിക വരിക്കാരെ ചേർക്കുന്നതിൻ്റെ ഓമശ്ശേരി മേഖലാതല ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് കോഴിക്കോട് ഡിവിഷൻ ചെയർമാൻ ഇളമന ഹരിദാസിനെ വരിക്കാരനായി ചേർത്ത് ഓമശ്ശേരി മേഖലാ പ്രസിഡന്റ് സിദ്ദീഖ് നടമ്മൽ നിർവഹിച്ചു. ചടങ്ങിൽ SIC സൗദി നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട UK ഇബ്രാഹിമിന് സ്വീകരണവും നൽകി. PT മുഹമ്മദ്, മുനീർ, മുസ്തഫ അഷ്അരി, ഗഫൂർ, റിയാസ് എന്നിവർ സംസാരിച്ചു. ഡിസംബർ 2-ന് കക്കാട് തഹദീബുൽ ഉലൂം മദ്രസയിൽ നടക്കുന്ന സമസ്ത കേരള സുന്നി ബാലവേദി കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം പതാക ദിനം ആചരിച്ചു. ഓരോ മദ്രസ പരിധിയിലും 25 കൊടികൾ നാട്ടുകയും
സമ്മേളന സന്ദേശം നൽകുകയും ചെയ്തു. മാടായി റേഞ്ചിൽ നടത്തിയ പതാക ദിനം റെയിൽവേ സ്റ്റേഷൻ റഹ്മാനിയ ഹയർ സെക്കൻഡറി മദ്രസയിൽ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ സെക്രട്ടറി അബ്ദുസമദ് മുട്ടം പതാക ഉയർത്തി ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. കെ അൽത്താഫ് അധ്യക്ഷത വഹിച്ചു. KP ബഷീർ മൗലവി, KP അബ്ദുള്ള മൗലവി, സിറാജുദ്ദീൻ മൗലവി എന്നിവർ സംസാരിച്ചു. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ചിത്രം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച കേസിൽ ഒരാളെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കിഴക്കോത്ത് കച്ചേരിമുക്ക് വടക്ക് തൊടികയിൽ റഷീദ് VTCയെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. കേസിൽ കച്ചേരിമുക്ക് സ്വദേശിയായ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. ഇയാൾ വിദേശത്താണ്. IPC 153, 120 എന്നീ വകുപ്പുകൾ പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തു. പൊളിറ്റിക്സ്, കച്ചേരിമുക്ക്, കൊടുവള്ളി മുനിസിപ്പാലിറ്റി എന്നീ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഹൈദരലി തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ചിത്രം ഇരുവരും പ്രചരിപ്പിച്ചത്. കൊടുവള്ളി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് T മൊയ്തീൻ കോയ താമരശ്ശേരി DYSPക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ച കിതാബ് എന്ന നാടകം സ്കൂൾ അധികൃതർ പിൻവലിച്ചു. നാടകം വിവാദമായ സാഹചര്യത്തിൽ ജില്ലാ SKSSF നേതാക്കളുമായി സ്കൂൾ അധികൃതർ നടത്തിയ ചർച്ചയെ തുടർന്നായിരുന്നു നാടകം പിൻവലിച്ചത്. ഇസ്ലാം മതത്തെ അവഹേളിക്കുന്ന രീതിയിൽ നാടകം അവതരിപ്പിച്ചതിൽ ക്ഷമാപണം നടത്തിക്കൊണ്ടുള്ള കുറിപ്പും അധികൃതർ SKSSF നേതാക്കൾക്ക് കൈമാറി. സ്കൂൾ ഹെഡ്മാസ്റ്ററും പ്രിൻസിപ്പളും ഒപ്പുവെച്ച കുറിപ്പിലാണ് നാടകം പിൻവലിക്കുന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. നാടക അവതരണത്തിൽ വന്ന ചില പരാമർശങ്ങളും സന്ദർഭങ്ങളും ഒരു പ്രത്യേക വിഭാഗത്തെ വേദനിപ്പിച്ചതായി മനസ്സിലാക്കുന്നു. എന്നാൽ ഇത് മനഃപൂർവ്വം സംഭവിച്ചതല്ലെന്നും ആരെയെങ്കിലും വേദനിപ്പിച്ചോ മനസ്സിൽ മുറിവേൽപ്പിച്ചോ ഒരു കലാപ്രവർത്തനവും നടത്താൻ ഈ വിദ്യാലയം ശ്രമിച്ചിട്ടില്ലെന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പോറലേൽപ്പിച്ച് കിതാബ് എന്ന നാടകം തുടർന്ന് അവതരിപ്പിക്കേണ്ടതില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചുവെന്നും കത്തിൽ പറയുന്നുണ്ട്. ഇതോടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഈ നാടകം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കില്ലെന്ന് ഉറപ്പായി. വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് മുസ്ലിം വിരുദ്ധമായ നാടകം അവതരിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം SKSSFന്റെ ആഭിമുഖ്യത്തിൽ വടകരയിൽ പ്രകടനവും മേമുണ്ടയിൽ പ്രതിഷേധ സംഗമവും നടന്നിരുന്നു. ഇതിനെ തുടർന്നാണ് പ്രതിഷേധക്കാരുമായി സ്കൂൾ അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറായത്. സ്കൂൾ അധികൃതരുടെ ആവശ്യപ്രകാരം നടന്ന ചർച്ചയിൽ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളെ അപകീർത്തിപ്പെടുത്തും വിധത്തിൽ അരങ്ങേറിയ നാടകം സംസ്ഥാന കലോത്സവത്തിൽ അവതരിപ്പിക്കരുതെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യം ഇപ്പോൾ അധികൃതർ അംഗീകരിച്ചിരിക്കുകയാണ്. മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, സയ്യിദ് മുബഷിർ തങ്ങൾ ജമലുല്ലൈലി, OP അഷ്റഫ് കുറ്റിക്കടവ്, അലി അക്ബർ മുക്കം, കബീർ റഹ്മാനി കാക്കുനി, മുഹമ്മദ് തോടന്നൂർ, റാഷിദ് കാക്കുനി എന്നിവരും സ്കൂളിനെ പ്രതിനിധീകരിച്ച് പ്രിൻസിപ്പൽ PK കൃഷ്ണദാസ്, സ്റ്റാഫ് സെക്രട്ടറി P അശോകൻ, PK ജിതീഷ് എന്നിവരുമായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത്. വിവാദ നാടകം പിൻവലിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായ സ്ഥിതിയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിഷേധ പരിപാടികളും നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി SKSSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും അറിയിച്ചു. റഹ്മത്തുള്ള കാസിമിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് CH സെൻ്ററിൽ റബീഉ പ്രഭാഷണവും ഭക്ഷണ വിതരണവും നടത്തി. കോഴിക്കോട് കൊടുവള്ളി ഖുർആൻ ക്ലാസ്സിലെ പഠിതാക്കളുടെ സഹകരണത്തോടെയാണ് CH സെൻ്ററിൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പള്ളി ദർസുകൾ സമുദായ നവോത്ഥാന കേന്ദ്രങ്ങളെന്ന് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സുന്നി യുവജന സംഘം ആമില സംസ്ഥാന സംഗമം ജനുവരി 12. ഡിസംബർ 6 SKSSF ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിക്കും. സ്കൂൾ അധികൃതർ ക്ഷമാപണം നടത്തി. വിവാദ നാടകം സംസ്ഥാന കലോത്സവത്തിൽ അവതരിപ്പിക്കില്ല.
ഹൈദരലി തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ചിത്രം, ഒരാൾ അറസ്റ്റിൽ. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക. skicr@skssf.news@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.